എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ബഹറിൽ നിന്ന് സൗദിയിലേക്ക് പോവാണ്. അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു? നമ്മൾ ശരിക്കും 4 ദിവസമായി. പക്ഷെ നമ്മള് വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് അവിടെ എത്തിയത്. വിസ താമസിച്ചത്. പിന്നെ ഇന്ന് രാവിലെ തിരിച്ചു പോവാ. അപ്പൊ നമ്മൾ ശരിക്കും ശനിയും ഞായറും മാത്രമേ ഇവിടെ നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ. അതെ, ശനി 2 ദിവസം ഞങ്ങൾ ബഹറിൽ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ച രാത്രിയിലാണ് വന്നത്. 12 മണിയായി ഞങ്ങൾ റൂമിൽ വന്നപ്പോഴത്തേക്കും. അപ്പം 2 ദിവസം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇപ്പത്തെ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ പോവാണ്. അതെ, ഡ്യൂട്ടിക്ക് കയറണ്ട. അവിടെ ഞങ്ങൾ മുങ്ങി വന്നേക്കാണ് കേസ്. അതെ, 2 ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ ബഹറിൽ അടിച്ചു പൊളിച്ചു. കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. എല്ലാം നല്ലതായിരുന്നു. ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇപ്പൊ സമയം 10:30. നമ്മൾ 10:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയേക്കാണ്. ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. 524 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചെത്തണം. 4:30 ആകുമ്പോഴത്തേക്കും എത്തും. അങ്ങനെ നമ്മൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, 6 മണിക്കൂർ എടുക്കും. എന്നേട്ടാ നമ്മൾ തായ്ലൻഡിൽ പോകുന്നത്? പട്ടായയിൽ പോകണം. നമ്മൾ പട്ടായ ഗേറ്റിൽ പോയി. ഡ്യൂപ്ലിക്കേറ്റ് പട്ടായ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. എന്നാലും ഈ കുട എനിക്ക് നല്ല ഇഷ്ടമായി. അടിപൊളിയല്ലേ? അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ പൂരി, ചേട്ടൻ പൂരി, ബാക്കിയെല്ലാം പൊറോട്ടകൾ. പൊറോട്ട നമ്മുടെ ദേശീയ ആഹാരമാണല്ലോ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഫേവറേറ്റ് ശ്രീകുട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് പൊറോട്ട. 6 മണിക്കൂർ വേണം നമുക്ക് ഇനി സൗദിയിലെത്താൻ. സൗദിയല്ല, അൽഖർജിലെത്താൻ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്താൻ 6 മണിക്കൂർ. സൗദിയിലെത്താൻ ഇപ്പം 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ സൗദിയിലെത്തും. കോസ്വേയിലോട്ട് കയറുകയാണ് നമ്മൾ. അങ്ങനെ ബഹറിൻ്റെ അടിപൊളി സിറ്റി വ്യൂ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വളരെ മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വളരെ സൂപ്പർ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല വ്യൂ ആയിരിക്കും ഇല്ലേ ഇവർക്ക്? അങ്ങോട്ട് കടലാണ്, കടൽ വ്യൂ, സീ വ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഹോട്ടലുകളാണ് ഇതെല്ലാം. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ബഹറിന് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ബഹറിനോട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എന്താണ് സൗദിയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം. ഇവിടെ നമുക്കൊരു ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നെസ്റ്റോയും കണ്ടു. നമ്മൾ ഈ പാലത്തെ കയറുന്ന ടോൾ കൊടുക്കണം. സൗദിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ട്, ബഹറിൽ അങ്ങോട്ട് പോകുമ്പോൾ. കിങ് ഫഹദ് ഇവിടുത്തെ ബ്രിഡ്ജ്, ബഹ്റൈൻ ബ്രിഡ്ജ് തുടങ്ങുന്നത് ഇവിടുന്നാണ്. ബഹ്റൈൻ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബഹ്റൈൻ ബ്രിഡ്ജിൽ കൂടെയാണ്. പൊതുവേ തിരക്കൊക്കെ കുറവായിരുന്നു. പാലത്തിൽ കൂടെയുള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബഹ്റൈൻ ബ്രിഡ്ജിൽ കൂടെയും അതുപോലെ തന്നെ സൗദി ബ്രിഡ്ജിൽ കൂടെയും യാത്ര ചെയ്തു എന്നുള്ളതാണ്. ബഹ്റിനിലേക്ക് റോഡ് വഴി എത്താൻ കിങ് ഫഹദ് കോസ്വേ വഴി മാത്രമേ ഉള്ളൂ. ആ ഒരു വഴി കൂടെ മാത്രമേ നമുക്ക് ബഹ്റിനിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ചുറ്റും കടലാണ്. ഫുൾ കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റൈൻ. നമ്മൾ ഇങ്ങോട്ട് വന്നത് രാത്രിയിലായതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയിരുന്നില്ല.
അങ്ങനെ നമ്മൾ ബഹ്റിൻ സൗദി ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹ്റിലുള്ള ആളുകൾ ബഹ്റിൻ സൗദി ബോർഡർ കാണാൻ ഇവിടം വരെയാണ് വരാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്ത് സൗദി ബോർഡറാണ്. ബഹ്റൈൻ അതെ അതെ ബഹ്റിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീണ്ടും സൗദിയിലേക്ക് കയറുകയാണ്. വീണ്ടും സൗദിയിലേക്ക്. ബേബി കം ടു സൗദി അറേബ്യ. അങ്ങനെ നമ്മൾ വീണ്ടും സൗദിയിലേക്ക്. അങ്ങനെ നമ്മൾ സൗദിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എല്ലാവരും സൗദി ബഹ്റിൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വരുന്നത്. ഇവിടുത്തെ ഈ കടൽപ്പാലം കാണാൻ വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയുള്ള ഈ ഒരു സീ വ്യൂ കണ്ടോ, എന്നെ അടിപൊളിയാന്ന് നോക്കിക്കേ അല്ലേ. ആ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്കിക്കേ, പച്ച കളറാണോ നീല കളറാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ കാണുന്നതാണ് കിങ് ഫഹദ് കോസ്റ്റ് വേ. അവിടെ പോയി കഴിഞ്ഞാൽ ബഹ്റിൻ പാലം കാണാം. എത്ര മനോഹരമാണ് നോക്കിക്കേ. ഇതാണ് കിങ് ഫഹദ് കോസ്റ്റ് വേ. നമ്മളിപ്പോൾ ബഹ്റിനിൽ നിന്ന് സൗദി വന്നിട്ടുണ്ട്. സൗദിയിൽ നിന്നാണ് ഈ കാഴ്ചകൾ പിടിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. സൗദി അറേബ്യ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കോസ്റ്റ്വേയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കിങ് ഫഹദ് കോസ്റ്റ്വേയിലുള്ള ഒരു സ്ഥലത്തൂടെയൊക്കെ നടക്കുകയാണ്. വണ്ടി കാണിക്കുമ്പോൾ വണ്ടിയുടെ എക്സിമാളെ ചോദിക്കും. അവിടെ നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പർ കൊണ്ട് രണ്ടാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പം പാസ്പോർട്ട് മേടിക്കും. പാസ്പോർട്ട് ഇവിടെ എൻട്രി എക്സിറ്റ് വരെ അടിക്കുന്നില്ല, ഫിസിക്കൽ ചെയ്യുന്നുണ്ട്. അതിന് അടുത്ത കൗണ്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റംസ് അവർ ക്ലിയർ ചെയ്ത് തരും. ആ പേപ്പർ മേടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ബഹ്റിനിലോട്ട്. ഓക്കെ, ആ ബഹ്റിനിലോട്ട് കയറുമ്പോൾ തന്നെ അവിടുത്തെയും വണ്ടിയുടെ എസ്റ്റിമാരെ മേടിച്ചൊരു പേപ്പർ തരും. രണ്ടാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ പേപ്പർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പാസ്പോർട്ട് മേടിച്ച് വിസ ഒന്നും നോക്കിയില്ല, വിസ പേപ്പർ ഒന്നും ചോദിച്ചേ ഇല്ല. അവരെന്താ പാസ്പോർട്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പാസ്പോർട്ട് നമ്പർ എന്തെങ്കിലും പറഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നു. മനസ്സിലായി. തിരിച്ചു വന്നപ്പോൾ അതിനെക്കാട്ടും ഭയങ്കര ഫാസ്റ്റ്. ആദ്യത്തെ സ്ഥലത്ത് നമുക്ക് എസ്റ്റിമാരെ കൊടുത്ത് ഒരു പേപ്പർ തന്നു. രണ്ടാമത്തെ കൗണ്ടറിൽ പാസ്പോർട്ട് മേടിച്ചു, എക്സിറ്റ് അടിച്ചു. സിസ്റ്റത്തിൽ പാസ്പോർട്ട് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കൗണ്ടറിൽ ആളില്ലായിരുന്നു. സൗദിയിൽ ആദ്യം കയറിയപ്പം തന്നെ അവർ എസ്റ്റിമാറെ മേടിച്ചു.
സൗദിയിൽ നിന്ന് ബഹറിലേക്ക് പോകുന്ന കോസ്വേ. ഇതാണ് ആദ്യത്തെ ചെക്ക് പോയിന്റ്. അങ്ങനെ നമ്മൾ ദമാമിന്ന് നേരെ അൽഖർജിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു ബ്രിഡ്ജിന്റെ കാഴ്ചകളൊക്കെ കണ്ടോ? പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സീ വ്യൂ ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് മൊത്തം 5.5 മണിക്കൂർ യാത്രയുണ്ട്. 495 കിലോമീറ്റർ. 5:30 ആകുമ്പോൾ എത്തുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ബൈ ബൈ കോസ്വേ and the kingdom of Bahrain to the kingdom of Bahrain. സൗദി അറേബ്യയിലെ അപ്പം നമ്മളിനി സൗദി അറേബ്യയുടെ കോസ്വേ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ വന്നോണ്ടിരുന്നത്. നമ്മൾ ബഹറിന്റെ കാണാനും പറ്റി, ഇപ്പൊ സൗദിയുടെയും കാണാൻ പറ്റി. രണ്ടും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റി. കേട്ടോ, കടലിന്റെ കളർ നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എടുത്തേ കടലിന്റെ കളർ. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നെന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ബാക്കിലേക്ക് ഫുള്ള് മൂടി ഒരു പ്രത്യേക രീതിയിലാണ് ഇന്നിരിക്കുന്നത്. നമ്മള് താലിന്ന് രാത്രി പോയായിരുന്നു ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഈ സമയത്ത്. അതെ ഈ ഒരു വെള്ളത്തിന്റെ കളറ് നമുക്ക് നേരിട്ടൊന്ന് കാണാൻ വേണ്ടിട്ട് തന്നെ വന്നു. നമ്മള് രാത്രി ഒന്നും മനസ്സിലായില്ല. രാത്രി വന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്നത് രാത്രിയിലായിരുന്നു. ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ കടൽ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് അടിപൊളിയല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കടലിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുക. അങ്ങനെ നമ്മൾ 25 കിലോമീറ്റർ നീളമുള്ള കിങ് ഫഹദ് കോസ്വേ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് സൗദി വന്ന സമയത്ത് ഞങ്ങള് ഫസ്റ്റ് ട്രിപ്പ് വെച്ചത് ഇങ്ങോട്ടാണ്. നമ്മളിപ്പോ കണ്ട ആ ഒരു സ്ഥലമില്ലേ, അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഈ ഒരു ദമാമിലെ ഈ ഒരു കോസ്വേ കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു സൗദിയിൽ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു റംസാൻ ടൈമിലാണ് ഞങ്ങൾ വന്നത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ഒരു വെള്ളത്തിന്റെ കളറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഹാഫ് മൂൺ ബീച്ച് 2 പ്രാവശ്യം നമ്മൾ പോയെങ്കിലും നമുക്കത് നമ്മൾ വീഡിയോ അവിടെ പോയിട്ടുണ്ടെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയിരുന്നില്ല. എന്നാലും ഇപ്പൊ നമുക്കത് പ്രശ്നം സാധിച്ചു. അങ്ങനെ GCC-ൽ ഇനി 2 കൺട്രിയും കൂടെ ഉള്ള രഞ്ജി ശ്രീധറിനെ കവർ ചെയ്യാൻ കുവൈറ്റും ഖത്തറും. ബാക്കി എല്ലാ GCC നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് കാർ ഓടിച്ച് പോയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. താഴോട്ട് വന്നേക്കും. ഇത് മൊത്തം ദമാമല്ലേ? അങ്ങനെ നമ്മൾ ദമാമിലേക്ക് കയറിയേക്കാണ്. ദമാമാണോ അൽക്കോബാറോ? അപ്പൊ നമ്മള് ആ കോസ്വേ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ 25 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ടിക്കറ്റ് എടുത്ത സ്ഥലം. ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 25 രൂപ ടോൾ കൊടുക്കണം. അവിടെ നിന്ന് വരുമ്പോഴുണ്ട്. അങ്ങോട്ട് പോകുമ്പോ ഇല്ല, വൺ സൈഡേ ഉള്ളൂ. ഈ പോകുന്ന മൊത്തം ബഹ്റൈനിൽ പോകണമെന്നില്ല. നമ്മൾ 5:30 ആകുമ്പോൾ അൽഖർജിൽ എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളോട് പറയുന്നത്. കുവൈറ്റ് റിയാദെല്ലാം നേരെയാണ്. കുവൈറ്റിൽ പോകേണ്ടവർക്ക് കുവൈറ്റിൽ പോകാം. ഞങ്ങൾക്ക് GCC കംപ്ലീറ്റ് ചെയ്യാൻ വെറും 2 രാജ്യങ്ങൾ മാത്രം, കുവൈറ്റും ഖത്തറും. കാർ ഓടിച്ച് പോകുമ്പോഴായിരുന്നു അതിൻ്റെ ഒരു ഇത്. കാർ ഓടിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് എടുത്താണെങ്കിൽ പോകും.
മണിക്കൂറുടെ യാത്രയുണ്ട്. 281 കിലോമീറ്ററും 5 മണിയാകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഏകദേശം എത്ര മണിക്കൂറായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? 2.25 മണിക്കൂറായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളൊരു 5 മണിയാകുമ്പോൾ നിർത്തിയായിരുന്നു അല്ലേ? 5 മണിയാകുമ്പോൾ എത്തുമെന്നാണ്. 300 കിലോമീറ്ററോളം ബാക്കിയുണ്ട്. നമ്മളിപ്പോ ഏകദേശം 245 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 2.25 മണിക്കൂർ കറക്റ്റ് ആണ്. 100 കിലോമീറ്ററിന്റെ ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം 340 കിലോമീറ്റർ ബാക്കിയാണ്. 300 കിലോമീറ്റർ 279 കിലോമീറ്റർ നമ്മളെ പകുതിയോളമായി. ഈ പകുതികൾ നമുക്ക് ഓടണം. ഒന്നുമില്ലട്ടോ, വലിയ ഈ വഴിയാണ് നമ്മളെടുത്ത്. അപ്പുറം ഒരു വഴിയുണ്ട്, സിയാദ് റൂട്ട്. അതുവഴിയും കറച്ചിലോട്ട് വരാം. അത് ഭയങ്കര ഹൈവേ ആണ്. പക്ഷെ അത് ട്രാഫിക് ഇച്ചിരി കൂടുതലായി. ഇതാകുമ്പോ ഒരു വണ്ടികളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. നമുക്ക് പോയിട്ട് ഇങ്ങനെ ഇതുവഴിയല്ലേ ഇങ്ങോട്ട് വന്നത്? ഇതുവഴി തന്നെ വന്നത്. പമ്പൊന്നും ഇല്ല. 250 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പുറത്തെ ആ ഒരു പമ്പേ ഉള്ളൂ. പിന്നെ അങ്ങ് ഹർദ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മരുഭൂമിയാണ്. അതുകൊണ്ട് ഇതിലാരും വരത്തില്ല. ഫാമിലി എല്ലാം അപ്പുറം വഴി പോകും. അവിടെ ലൈറ്റും റിയാദ് വഴിയാ പോകുന്നത്. 4 വഴി പാതയാണ്. 140 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. നമ്മളിതാ ഹർദ് സിറ്റി ഇങ്ങനെ നമ്മൾ ഷോർട്ട് എടുത്ത് കവർ ചെയ്തേക്കാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഏകദേശം 10:30 10:30 ഇറങ്ങി നമ്മൾ ഒരു 11 ആയപ്പോഴത്തേക്കും ബോർഡർ എത്തി. ബോർഡറിൽ നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ ചിലവഴിച്ചായിരുന്നു എല്ലാം. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ ഏകദേശം 2.5 മണിക്കൂറായി. 2.5 മണിക്കൂറായപ്പോൾ നമ്മൾ ഹർദ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇപ്പം ഏകദേശം 350 കിലോമീറ്റർ നമ്മൾ കവറായിട്ടുണ്ട്. ഇനി നമുക്കൊരു 200 കിലോമീറ്റർ കഷ്ടിയുണ്ട്. ഹർദ് സിറ്റി കവർ ചെയ്ത് ഇനി നേരെ അടുത്ത സിറ്റി എന്ന് പറയുന്നത് കർജാണ്. കർജ് വരെ ഒന്നുമില്ല. ചെക്ക് പോസ്റ്റിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു, വണ്ടിയുടെ എസ്തിമാറ കൊടുത്തു. അപ്പം തന്നെ നമുക്കൊരു പേപ്പർ തന്നു. രണ്ടാമത്തെ കൗണ്ടറിൽ നമ്മളെല്ലാവരും പാസ്പോർട്ട് മേടിച്ചു. ഇവിടുത്തെ എന്തോ സൗദി പോസ്റ്റ്പെയ്ഡ് ഇത് പ്രകാരം നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുകയോ എക്സിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കാണ്. അവരവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ആയെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൗണ്ടർ ഫ്രീ ആയിരുന്നു. നാലാമത്തെ നമ്മളെ ബഹ്റിലെ പ്രോസസ്സ് കഴിഞ്ഞു. സിമ്പിൾ പ്രോസസ്സാണ്, പെട്ടെന്ന് കഴിഞ്ഞു. അത് നമ്മൾ സൗദി കയറിയപ്പോൾ ആദ്യം എസ്തിമാറ ചോദിച്ചു. അവിടുന്ന് എസ്തിമാറ കൊടുത്തു. എസ്തിമാറ കൊടുത്തു കഴിഞ്ഞപ്പോൾ എസ്തിമാറ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ RC ബുക്കാണ്. എസ്തിമാറ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ തന്നു. ആ പേപ്പർ കൂടെ അടുത്ത കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും ഇക്കാമയും പാസ്പോർട്ടും ചോദിച്ചു. ഇവരുടെ ഫിംഗർ എടുത്തു. അവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞു. അതും എൻട്രി ചെയ്യുന്നില്ല. ഈ കോസ്റ്റ്വേ കൂടെ പോകുന്നത് പാസ്പോർട്ടിൽ എക്സിറ്റ് എൻട്രിയും ചെയ്യുന്നില്ല. എല്ലാം സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അത് നേരെ അടുത്ത കൗണ്ടറിൽ കസ്റ്റംസ് ചെക്ക്. പെട്ടെന്ന് കസ്റ്റംസ് ചെക്ക് പടപടയെന്ന് കഴിഞ്ഞു. നമ്മളൊരു 5 മിനിറ്റ് എടുത്തില്ലല്ലേ? 5 മിനിറ്റ് കഷ്ടി. 5 മിനിറ്റോടെ നമ്മൾ സൗദി കയറി. അതെ, പിന്നെ നമ്മൾ സൗദിയിൽ അപ്പം ഏകദേശം നമ്മൾ 11 ആയപ്പോ സൗദി. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനും അവിടെ സ്ഥലം അതൊക്കെ കണ്ട് നമ്മൾ അവിടെ ഏകദേശം 12 മണിയായപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഏകദേശം 450, 490, 460 കിലോമീറ്റർ ഉണ്ട്. 493 കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. നമ്മളിപ്പോ 2.5 മണിക്കൂറായി. നമ്മൾ ഹർദ് കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം 350 കിലോമീറ്റർ നമ്മൾ കവറായി. ഇനി നമുക്ക് ഏകദേശം 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്.
ഇതോടുകൂടി നമ്മുടെ ബഹ്റൈൻ ട്രാവൽ സീരീസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബഹ്റൈനിലെ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സൗദിയിൽ നിന്ന് ഓൺലൈനിൽ EVC എടുത്ത് ബഹ്റൈനിൽ പോകാം, ബോർഡറിൽ എന്തൊക്കെ പ്രോസസ്സാണുള്ളത്, ഇതൊക്കെ ചേർത്ത് നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും കിടിലൻ ട്രാവൽ സീരീസൊക്കെ ഉടനെ വരുന്നുണ്ട്. ഈ ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞത്. അടിപൊളി സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോസുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഞങ്ങളുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ട്രാവൽ സീരീസുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും